അതെ, ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൻ്റെ മുന്നിലുള്ള കുഞ്ഞ് ഗാർഡൻ്റെ വീഡിയോ കണ്ടാലോ? ശരിക്കും പറഞ്ഞാൽ 5 മാസം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയൊന്നും റെഡിയാക്കി എടുത്തത്. അതിന് മുന്നേ വരെ നമ്മളിതാ ഈ കാണുന്ന ക്വാർട്ടറിൻ്റെ മുകളിലുള്ള ക്വാർട്ടറിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ താഴെയുള്ള ആൾ പോസ്റ്റിംഗ് പോയപ്പോൾ നമ്മൾ താഴേക്ക് വന്നു. നമുക്കൊരു ജൂലൈ മാസം 20-ാം തീയതിയാണ് ക്വാർട്ടർ കിട്ടുന്നത്. ക്വാർട്ടർ കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ ഇതായിരുന്നു. നിറയെ പുല്ലും കാടുകളും വേസ്റ്റൊക്കെ ആയിട്ട് കടന്നു തരുന്നായിരുന്നു. നമ്മൾ ചേട്ടന് സമയം കിട്ടുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരോട് കൂടി കളച്ച് വൃത്തിയാക്കി ഇങ്ങനെ ആക്കിയെടുത്തേ. പിന്നെ ആദ്യമായി തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഇതിനകത്ത് കാശ് കൊടുത്ത് വാങ്ങിച്ച ഒരു ചട്ടികളോ ഒരു ചെടികളോ ഇല്ല. ആകെ 40-80 രൂപയുടെ 2 ചെടികളാണ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയുടെ ക്യാനുകൾ, പിന്നെ ഈ മൺകുടങ്ങളൊക്കെ ഇല്ലേ, ഞാൻ വാക്കിങ്ങിന് പോകുമ്പോഴും അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ റോഡ് സൈഡിലോ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന കുപ്പികൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകളെല്ലാം പെറുക്കിക്കൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി അതിലാണ് ഇതെല്ലാം നട്ടുവെച്ചിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന ചെടികളൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ കൊണ്ടുവരുന്നതും, നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുവരുന്നതും, പള്ളിയിൽ പോകുമ്പോഴോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ കിട്ടുന്ന ചെടികൾ കൊണ്ടുവച്ചതാണ്. ഇത് ക്വാർട്ടേഴ്സിൻ്റെ പുറകിൽ കടന്ന ഒരു PVC പൈപ്പാണ് കേട്ടോ. അത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഹോളൊക്കെ ഇട്ടിട്ട് മണ്ണ് നിറച്ചിട്ട് 10 മണി ചെടി നട്ടു കൊടുത്തതാണ്. ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം ഉള്ളതുകൊണ്ട് നമുക്ക് പച്ചക്കറി എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. വല്ല മുളകോ ഇതുപോലെ വല്ല പുതിനയില മാത്രമേ നമുക്ക് കൃഷി ചെയ്താൽ കിട്ടുകയുള്ളൂ. നമുക്ക് ഇവിടെ കുടിവെള്ളം ക്യാഷ് കൊടുത്താണ് നമ്മൾ മേടിക്കാറുള്ളത്. അപ്പോൾ അതിനായിട്ട് 20 ലിറ്ററിൻ്റെ ക്യാൻ മേടിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കേടായിട്ടുള്ള ക്യാനുകളിലായിരുന്നു പിന്നീടുള്ള പരീക്ഷണം. ഇതൊരു വാട്ടർ ക്യാനാണ് കേട്ടോ. നേരെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്ത് വേറെ ചെടി നട്ടു. ഇത് അടപ്പുള്ള ഭാഗം ഇതുപോലെ ഒരു കമ്പിൽ കുത്തി വെച്ചിട്ട് അതിൽ മണ്ണ് നിറച്ച ശേഷം ഇത് ജൂ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ്, ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ. അത് നട്ടു കൊടുത്തേ. ഇതും അതുപോലെ ഒരു ബോട്ടിലിൻ്റെ അടപ്പുള്ള ഭാഗം ഇതുപോലെ ഒരു PVC പൈപ്പ് നാട്ടി വെച്ചിട്ട് അതിൽ വെച്ചതാണ്. ഇതിന് ടർട്ടിൽ വൈൻ എന്ന് പറയുന്ന ഒരു ചെടിയാണ് നട്ടു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേ ജൂ പ്ലാന്റിനെ ഇതുപോലെ 2 ലിറ്ററിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് ഹോളിട്ടിട്ട് ഇതുപോലെ ഭിത്തിയിൽ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതൊരു ബോട്ടിലിൻ്റെ ഇങ്ങനെ ഒരു മേൽഭാഗം ചരിച്ചിട്ടിട്ട് മേൽഭാഗം കട്ട് ചെയ്തിട്ട് വള്ളിയൊക്കെ കെട്ടി തൂക്കിയിട്ട് ഇതുപോലെ അഴ കെട്ടാൻ കെട്ടിയിരുന്ന ഒരു തൂണിൽ തൂക്കിയിട്ടതാണ്. പിന്നെ ഇതുപോലെ ഒരു തടിയുടെ കുറ്റി എവിടെയോ കിടന്ന് കിട്ടിയതാണ്. അതെടുത്ത് വെച്ചിട്ട് അതിലൊരു ക്യാനിൻ്റെ ഒരു പീസിൻ്റെ അകത്ത് മണ്ണ് നിറച്ച് അതിൽ ഇതുപോലെ ജൂ പ്ലാന്റ് നട്ട് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ വളർന്ന് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് വണ്ണമുള്ളൊരു PVC പൈപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതിനെ മുറിച്ചെടുത്ത് ഇതുപോലെ മണ്ണിൽ നട്ടിട്ട് അതിൽ സ്പൈഡർ പ്ലാന്റ് നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുറച്ച് വെറൈറ്റി ടൈപ്പിലുള്ള തിരുഹൃദയ ചെടികളാണ്. പിന്നെ അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ കുറച്ച് മൺകുടങ്ങളിലും ടയറുകളിലൊക്കെ കുറച്ച് ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെന്തിയുടെ തൈകൾ എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതിങ്ങനെ ഒറ്റ ലൈനായിട്ട് വെച്ച് കൊടുത്ത് കഴിഞ്ഞ് പൂവായി കഴിഞ്ഞപ്പോൾ എന്ത് ഭംഗിയെന്ന് നോക്കി കാണാൻ. പിന്നെ ഈ ഗാർഡൻ്റെ ബോർഡറിലായിട്ട് ഒരു ടൈപ്പ് ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് കുറച്ച് വളർന്ന് വലുതായി കഴിയുമ്പോൾ നല്ല വേലി പോലെ ഇരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഈ ചെടിയെ. ചെടികളോട് ഇഷ്ടമുള്ളവർക്ക് എന്തെങ്കിലും ഒരു സാധനം കൈ കിട്ടിയാൽ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാനൊരു ക്രിയേറ്റിവിറ്റി തോന്നും. നമ്മുടെ മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടില്ലേ, ചെടികളും പച്ചക്കറികളൊന്നും നടാൻ ഏക്കർ കണക്കിന് സ്ഥലമൊന്നും വേണ്ട, ചെയ്യാനൊരു മനസ്സാണ് വേണ്ടതെന്ന്. ഇവിടെ അടുത്തുള്ള ചില ഹിന്ദിക്കാർക്ക് ചോദിക്കാറുണ്ട്, അയ്യോ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, എന്തിനാണ് ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത്? ശരിക്കും പറഞ്ഞാൽ എനിക്കിതൊരു കഷ്ടപ്പാടായിട്ട് തോന്നിയിട്ടേയില്ല. ശരിക്കും ഇതൊരു ടൈം പാസ്സാണ്. അതിലുപരി നമ്മൾ രാവിലെ എണീറ്റ് ചെടിക്കകത്തോടെയൊക്കെ നടന്ന് ഓരോ ചെടിയിൽ എത്ര പൂ വിരിഞ്ഞു, എത്ര കായുണ്ട്, ഇതൊക്കെ നോക്കി നടന്നു കഴിയുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയാം. വൈകുന്നേരങ്ങളിലേ ആവി പറക്കുന്ന ഒരു ഗ്ലാസ് ചൂട് ചായയുമായി വന്നിട്ട് ഈ ചെടിത്തോട്ടത്തിനുള്ളിൽ ഒരു കസേരയൊക്കെ ഇട്ടിരുന്ന് ഈ ചെടികളുടെ മനോഹാരിതയൊക്കെ കണ്ട് അവരോട് കിന്നാരമൊക്കെ പറഞ്ഞ് ആ ചായ കുടിക്കുന്നതിനൊരു ഫീലുണ്ടല്ലോ, അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊക്കെ അനുഭവിക്കുക തന്നെ വേണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ചെടികളിലെ വിശേഷങ്ങളെ. ഇത് ഓഗസ്റ്റ് തൊട്ട് ഡിസംബറിൽ വരെയുള്ള ചെടികളുടെ കാഴ്ചകളാണ്. ജനുവരി മാസം നമ്മൾ നാട്ടിൽ ലീവ് പോയി. പിന്നെ ഫെബ്രുവരിയിൽ വന്ന ശേഷം ചെടികളിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി, കുറേ പുതുതായിട്ട് കുറച്ച് നട്ടു, കുറച്ച് പറിച്ച് കളഞ്ഞു. അപ്പോൾ ആ വിശേഷങ്ങളിലുള്ള വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ട് ഉടനെ കാണാവേ. ചെടികളെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നേ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്